മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനും ഗായകനുമൊക്കെയാണ്. നവദമ്പതികളാണ്. ഇരിക്കണുണ്ടോ? ജാസി ഗിഫ്റ്റും അതുല്യയും. നമസ്കാരം. എങ്ങനെയുണ്ട് വിവാഹ ജീവിതം? കുഴപ്പമില്ല. താമസിച്ചു പോയി എന്നിപ്പോ തോന്നുന്നുണ്ടോ? താമസിച്ചു എന്നുള്ളതല്ല, എനിക്ക് ഒരു കറക്റ്റ് ടൈമായിട്ടാണ്. ആണോ? ശരിക്കും എല്ലാവരും വിവാഹം കഴിക്കേണ്ടത് ഈ ഏജിലാണോ? ഈ ഏജിൽ കഴിച്ചാൽ അത്രയും നല്ലതായിരിക്കും. എന്ത് കാര്യം? എന്താ? കുറച്ചുകൂടെ നമ്മൾ എല്ലാ കാര്യത്തിലും മെച്ചൂർഡ് ആയിരിക്കും അല്ലേ? കുറെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യും തോന്നുന്നു അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ അതെ. ഒരു ഏജ് എത്തുമ്പോൾ വിവാഹം കഴിക്കും. മറ്റേതൊരു കുട്ടിത്തത്തിന്റെ രണ്ടുപേർക്കും ഉണ്ടാവുമായിരിക്കും. അങ്ങനെ നമുക്ക് തോന്നും. രണ്ട് കോൺസെപ്റ്റിൽ പോകുന്നവരുണ്ട്. നേരത്തെ കഴിക്കുന്നത് നല്ലതാണ്. ആക്ച്വലി എന്താ ഇത്രയും ഡിലേ വരാൻ കാര്യം? എനിക്ക് ഒരു 35 വയസ്സ് വരെ സത്യത്തിൽ ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അത്രയും ഒരു എന്താണ് റെസ്ട്രിക്റ്റഡ് ആവേണ്ട ഒരു വർക്കിംഗ് ഒരു ഇതായിരുന്നില്ല. ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു റെസ്ട്രിക്ഷൻസ് ഇഷ്ടമല്ല. റെസ്ട്രിക്ഷൻസ് ഇഷ്ടമല്ല. പെട്ടെന്ന് മനസ്സിലായേട്ടാ. അധിക ദിവസം ആയിട്ടില്ല, അതിനും ഇഷ്ടമല്ല. ശരി. അയ്യോ, ഇനി ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒരു പരിധിക്ക് നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അല്ല, എനിക്ക് ഈ കല്യാണം ജാസിയുടെ കല്യാണത്തിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, അയ്യോ ജാസ് ഇപ്പൊ കല്യാണം കഴിക്കുന്നേ ഉണ്ടോ? ഇപ്പൊ പലരും ചോദിച്ചു. അപ്പൊ ഞാൻ പറയാം, എന്താ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, നമ്മളൊക്കെ വിചാരിച്ച പുള്ളി എന്നേ കല്യാണം കഴിച്ചു സെറ്റിൽ ചെയ്തു. അപ്പോഴാണ് ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ, ജാസ് എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആയത്? എപ്പോഴും ഇങ്ങനെ ചിരിച്ച മുഖമാണെന്ന് തോന്നുന്നു അല്ലേ? ശരിക്കും ഈ കൂടുതലും ആൻസറുകൾ ഉഴപ്പാൻ വേണ്ടിയാണോ ചിരിക്കുന്നേ? അല്ല, ഞാൻ നോക്കുമ്പോഴേ കല്യാണ മണ്ഡപത്തിലിരുന്നും ചിരിക്കണു. ഞങ്ങൾ രണ്ടിനും ഫോട്ടോസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും കുറെ പേര് എല്ലാവരും പറഞ്ഞു വന്നിരുന്നപ്പോ മുതൽ ചിരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ കല്യാണ പെണ്ണ് എപ്പോഴും ഇത്തിരി ടെൻഷനിലൊക്കെ ആയിരിക്കും. ചിരി അങ്ങനെ ഇങ്ങനെയും വരില്ല. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഈ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടി ചിരിക്കുന്ന ഒരു സ്വഭാവം കണ്ടിട്ടില്ല. ഞാൻ നോക്കുമ്പോ അതുല്യ ചിരിച്ചുകൊണ്ടിരിക്കണു. നിങ്ങൾ രണ്ടുപേരും തമാശ പറയുന്നോടെ ഇരുന്ന്. ഞങ്ങള് ഫോട്ടോസ് കണ്ടപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇത്രയും ചിരിച്ചിരുന്നു മനസ്സിലാവുന്നു. വേണ്ടിയിരുന്നില്ല തോന്നി. ഇല്ല, പക്ഷെ അത് നമ്മുടെ റിലാക്സ്ഡ് ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നല്ല ഒരു ചിരിയായിരുന്നു, നന്നായിരുന്നു. നന്നായിരുന്നു. ലവ് മാരേജ് ആണോ? ലവ് മാരേജ് അല്ല. ഒരു വല്ലാത്ത ആൻസർ ആയിപ്പോയി കേട്ടോ. ലവ് മാരേജ് അല്ല. ബന്ധുവാണോ? ഞങ്ങൾ ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് ആണ് ഞങ്ങൾ. പക്ഷേ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും ഇതൊക്കെ. ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണോ വിവാഹം കഴിക്കാന്നുള്ളൊരു തോന്നൽ വന്നത്? ഇല്ല, കല്യാണം വന്നപ്പോഴത്തേക്കാണ് കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ അതുല്യം സെയിം യൂണിവേഴ്സിറ്റിയിലാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ട്രിവാൻഡ്രം കാര്യമാണ്. ഞാനും ട്രിവാൻഡ്രത്താണ്. ഞാൻ എന്ത് ചെയ്യുന്നു? റിസർച്ച് ചെയ്യുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ IT-ൽ. രണ്ടിടത്തായി നിൽക്കുമോ അതോ ഇവിടെ ഇരുന്നാണോ ചെയ്യുന്നത്? ഞാൻ പെരുമ്പാവൂരാണ് താമസിക്കുന്നത്. ഓ, നിങ്ങളിപ്പോ പെരുമ്പാവൂർ സെറ്റിൽ ചെയ്തല്ലോ? പെരുമ്പാവൂരാണ്. പിന്നെ പെരുമ്പാവൂരും ബാംഗ്ലൂരുമായിട്ടാണ് എൻ്റെ പ്രധാന ഹബ്ബുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലം. കൂടുതലും പ്രൊഫഷണൽ കൺവീനിയൻസിന് വേണ്ടിയാണോ മാറിയത്? ഞാൻ ഒരു സമയത്തേക്ക് എറണാകുളത്തേക്ക് മാറിയത് അതിനു വേണ്ടിയാണ്. പിന്നെ യാത്രാ സൗകര്യവും എല്ലാം അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കും പോകാമല്ലോ, അങ്ങനെ ഒരു സൗകര്യം. ജാസി പറഞ്ഞല്ലോ, റെസ്ട്രിക്റ്റഡ് ലൈഫ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നിയില്ല എന്ന്. പിന്നെ നമ്മളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ആദ്യം നമ്മളുടെ നേച്ചറൊക്കെ പറഞ്ഞ് മനസ്സിലാക്കില്ലേ? അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നെ സംബന്ധിച്ച് അങ്ങനെ കൂടുതൽ നമ്മുടെ നേച്ചർ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ ഇഷ്ടപ്പെടില്ല. അറിഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് ലിവിങ് വേറെയാണ്. കൂടുതലും ഹോട്ടലുകളിലായിരുന്നു താമസം. ഈ കഴിഞ്ഞൊരു 10 വർഷം, സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ളൊരു 10 വർഷം എന്ന് വെച്ചാൽ പിന്നെ ഒരു 2-3 അസിസ്റ്റൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ലൈഫായിരുന്നു. അപ്പം
വളരെ ഇതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങനെ ആകെ കൺഫ്യൂഷനായി പോകും. ഒരു പുതിയ കുട്ടി എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്ക് പിന്നെ മാത്രമല്ല സിനിമ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും അതിൽ എന്താണ് ഈ പ്രോഗ്രാമിന് വരുന്ന കാര്യമൊക്കെ പറയാറുണ്ട്. പ്രോഗ്രാമിന് ഇപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട്, നമുക്കറിയാൻ പറ്റില്ല അവിടെ എങ്ങനെയൊക്കെ ആയിരിക്കും സിറ്റുവേഷൻ, നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ റിസീവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. ഇല്ലെങ്കിൽ കാര്യം രാത്രി ഒരു 9:30-ക്കും 10-നും മധ്യമൊക്കെ ആഹാരം കഴിക്കുന്ന സ്വഭാവം അത് സാധാരണ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ അത് എപ്പോഴാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് തീരുന്നത്, എങ്ങനെയാണ് തിരിച്ചു വരുന്നത്, പിന്നെ ക്രൗഡ് എങ്ങനെയായിരിക്കും, അവരുടെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കി വരുന്ന ടൈം ആകുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു തീരെ അങ്ങ് ഒരു ടീനേജ് കഴിഞ്ഞൊരു സ്റ്റേജ് ഒന്നും അല്ലാത്തതുകൊണ്ട് കുറെ കൂടി എളുപ്പം അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും തോന്നുന്നല്ലേ. ഇപ്പം ലേറ്റ് ആയിട്ട് വരുന്നതോ അല്ലെങ്കിൽ വരാന്ന് പറഞ്ഞ ദിവസം നമുക്ക് വരാൻ പറ്റില്ലായിരിക്കാം അല്ലേ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു. അതൊന്നും അങ്ങനെയുള്ള അതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ആക്ച്വലി പുറത്തു പോയി തുടങ്ങിയില്ല. ആണോ? ആലോചിച്ചോ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരാളാണ് വിവാഹം കഴിക്കുന്നത്? നമ്മൾ എപ്പോഴും പൊതുവേ നമ്മളെ നാട്ടിലൊരു പ്രവണതയാണ് സിനിമ എന്ന് പറയുമ്പോൾ രണ്ടാമതൊന്നുകൂടെ ഒരാലോചിച്ചിട്ടൊക്കെ. ആലോചിച്ചു. പേടിയുണ്ടായിരുന്നു? പേടി അല്ല, ആദ്യം കേട്ടപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അന്നറിയില്ലല്ലോ, അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഫാമിലിക്ക് നേരത്തെ അറിയാമെന്നായിരുന്നുകൊണ്ട് അങ്ങനത്തെ വലിയ ടെൻഷൻ പിന്നീട് കുഴപ്പമൊന്നുമില്ല. പിന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞു. പെണ്ണ് കാണാൻ വരുമ്പോ സാധാരണ പെണ്ണാണ് പാടുക, തിരിച്ചു പാടാൻ പറഞ്ഞു. പാട്ട് പാടാനൊക്കെ പറഞ്ഞു. പക്ഷെ പറഞ്ഞ പാട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പഴയ പാട്ടുകളൊക്കെയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊക്കെ അറിയാമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുമോ, ഞാൻ പറഞ്ഞു ഞാൻ പാടാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ കൂടുതൽ എൻ്റെ പാട്ടുകൾ വേണമെങ്കിൽ ഞാൻ പാടിത്തരാം. ഈ സമയം അതായത് ഈ കല്യാണം കഴിഞ്ഞ പുതുക്കത്തിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവരനുസരിക്കുള്ളൂ, മനസ്സിലായോ? ഇത് കഴിയുമ്പോ ഒന്നും പാടാൻ പറഞ്ഞാല് നാളെ പാടാം അതെങ്കിലും പറയുന്നില്ലേ, ഒന്ന് പോടുന്നു പറയണത് ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോ ഒന്നും വിടാതെ പോയേ. പിന്നെ ഇന്നലെ ഒരു പാട്ട് പുസ്തകം എടുത്തോണ്ട് വന്നിട്ട് ലിറിക്സ് ഞാൻ പറഞ്ഞു എനിക്ക് ലിറിക്സ് അറിയില്ല എന്നുള്ളതാണ് എക്സ്ക്യൂസ്. അപ്പൊ ഇങ്ങനെ പഴയ ഒരു പാട്ട് പുസ്തകം ബുക്ക് കൊണ്ട് തന്ന പിന്നെ പ്രശ്നമില്ലല്ലോ, ലിറിക്സ് ഉണ്ടല്ലോ, നോക്കി പാടിയാൽ മതി. കണ്ടോ, സ്വന്തം പ്രൊഫഷന്റെ ഒരു ആരാധികയാണ്. തീർച്ചയായിട്ടും അത് നമുക്കൊരു വലിയ പ്രോത്സാഹനമാണ്. കമ്പാരിറ്റീവ്ലി മലയാളം ഫിലിംസ് കുറവാണോ ജാസി ചെയ്യുന്നത്? മലയാളത്തിൽ കൂടുതൽ ഒരു പാട്ട് 2 പാട്ട് ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പം ഇതിലൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഒരു CD ആയിട്ട് റിലീസ് ചെയ്യാനോ ഒന്നും നമുക്കങ്ങ് സാധിക്കില്ല. ഈ 2 പാട്ടിൽ ഒരു പാട്ട് പ്രൊമോഷൻ സോങ് ആയിരിക്കും. അപ്പോൾ വ്യക്തമായിട്ടൊരു ബഡ്ജറ്റിൻ്റെ ഒരു കുറവുണ്ട്. കന്നഡയിലാണെങ്കിൽ ആസ് യൂഷ്വൽ ഒരു CD ഒരു 5, 6, 7 പാട്ടുകൾ ആണ്. അത് 2-3 മാസത്തെ ഒരു ഫുൾ വർക്ക് തന്നെ കാണും അതിന് വേണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലിയും എല്ലാം ഇപ്പോൾ ഹെൽപ്ഫുൾ കന്നഡ ആണ്. ഈ കന്നഡ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവും, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പാട്ടുകളുടെ വരിയൊക്കെ അവരിരുന്ന് പറഞ്ഞു തരും. അങ്ങോട്ട് പറയാൻ അറിയില്ല കന്നഡ? കുറച്ച് ബുദ്ധിമുട്ടാണോ ലാംഗ്വേജ് പഠിക്കാൻ? ഇല്ല എളുപ്പമായിട്ടാണ്. ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ട്. എന്നിട്ടും പഠിച്ചില്ലേ? ഞാൻ സംസാരിക്കാം. ഞാൻ ആദ്യമൊക്കെ കുറച്ചൊക്കെ എഴുതാൻ പഠിച്ചിരുന്നു. ഇറക്കെ ആയപ്പോഴത്തേക്ക് അങ്ങ് നിർത്തി. സംസാരിക്കാൻ കുറച്ച് അവിടെ കാര്യം വെച്ചാൽ അവിടെ ഈ കുക്ക് നമുക്ക് ഏറ്റവും ആവശ്യം. മലയാളമായിട്ട് സാമ്യല്ലേ? ഉണ്ട് ഒത്തിരി. സംസ്കൃതത്തിലെ വേഗനെ മീൻസ് വേഗനെ അവൻ്റെ സ്വല്പം അങ്ങനെ നീരു വെള്ളത്തിന് നീര് അങ്ങനെ കുറേ ഐഡന്റിക്കൽ വേർഡ്സ് ഉണ്ട്. ഭാഷയെ വല്ലാതെ കൊലപാതകം ചെയ്യുന്ന ചില സിംഗേഴ്സിന് അങ്ങനെയൊക്കെ എന്തിനാ പാട്ട് ചെയ്യുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ സിംഗേഴ്സിന്. അപ്പം ഞാൻ അവിടെ മെയിൽ സിംഗേഴ്സ് 2-3 പേരെ പാടിച്ചിട്ടുള്ളപ്പോഴൊക്കെ അത് ഈ മലയാളമല്ല, ഞാൻ കന്നഡ പാടിച്ചപ്പോഴൊക്കെ അവർക്ക് 3-4 കറക്ഷൻസ് കഴിഞ്ഞാൽ അവരങ്ങ് ഇറിറ്റേറ്റഡാണ്. അപ്പോൾ അവർ ചോദിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മൾ എന്തിനാ തിരഞ്ഞെടുത്തത്? നമ്മൾ ഓൾറെഡി അവർക്ക് അഡ്വാൻസ് പേ ചെയ്യണം. അവർ അതും വലിയ ബഡ്ജറ്റായിരിക്കും, എബോവ് 1 ലാഖിനൊക്കെ മുകളിലാണ് അവരുടെ റെമ്യൂണറേഷൻ. നമ്മൾ അത്രയും കൊടുത്തിട്ട് അവരങ്ങനെ ചോദിക്കുമ്പോൾ അവർ അങ്ങ് ഇറിറ്റേറ്റഡ് ആവും പെട്ടെന്ന്. ഒരു വരി തന്നെ നമുക്ക് ഇപ്പം എന്താണ്, ഞാൻ ശ്രേയയുടെ കേസല്ല, ഞാൻ ശലഭമഴ എന്നുള്ള പാട്ട് പാടിക്കുമ്പോൾ അതിൽ പുലരൊളയിൽ തളിരിലയായ അടിമുടി മാറി കുറുകുഴലായി കിളികുലമൊരു മൃദുക്കളമൊഴി പാടി ഇങ്ങനെയൊക്കെ വേർഡ്സ് വരുമ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക്
ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മലയാളം പാടുന്ന ഒരാളെ ഇതിൽ പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും എല്ലാം ഒരു നിർബന്ധം കാരണം നമ്മൾ അവിടെ പോയിട്ട് അവർ ഇത്രയും പാടിപ്പിക്കുമ്പോഴത്തേക്ക് അത്രയും അനായാസേനുള്ള വരികൾ നമ്മൾ കൊടുക്കണം, അത് ഒരു ഫാക്റ്റാണ്. പക്ഷേ ചില സമയം നമ്മൾ എന്താണ് ഇതെല്ലാം എഴുതി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഒരു റെക്കോർഡിങ്ങിൻ്റെ തൊട്ട് 1 മണിക്കൂർ മുമ്പൊക്കെ ആയിരിക്കും ലിറിക്സ് കിട്ടുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ പാടിച്ചിട്ടുള്ള 1-2 അവർ കുറച്ച് കറക്ഷൻസ് വരുമ്പോഴത്തേക്ക് തന്നെ അവരങ്ങ് ഇറിറ്റേറ്റഡ് ആവും. ആണോ? പിന്നെ അങ്ങ് അവർ പറയുമോ നമുക്കും വൈകിട്ട് ഷോസൊക്കെ ഉണ്ട്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയും. ഒരു 1.5-2 മണിക്കൂറിൻ്റെ മുകളിൽ അവർ സ്റ്റുഡിയോയിൽ നിൽക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും അവരെ തന്നെ തേടി പോകും. കാര്യം വെച്ചാൽ അവരുടെ ഒരു ടോൺ ക്വാളിറ്റി, മാർക്കറ്റ് മാത്രമല്ല പേരുകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മാർക്കറ്റുണ്ട്. ഇപ്പോൾ ഇന്നൊരാൾ ഇപ്പോൾ ലക്കി അലി കന്നഡയിൽ പാടുന്നു, എൻ്റെ ഒരു ഫസ്റ്റ് പാട്ട് ലക്കി അലി പാടുന്നു എന്ന് പറയുമ്പോൾ ആ ലക്കി അലിയുടെ പേരും ഫോട്ടോസും വെച്ച് അവർ ഓഡിയോ മാർക്കറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു ഗിമിക്സ് കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഓഡിയോ ആണെങ്കിലും സിനിമയാണെങ്കിലും പലപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് എനിക്ക് തോന്നും കൂടുതലും പുതിയ സൗണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ നോർത്ത് ഇന്ത്യൻ സിംഗേഴ്സിനെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറവാണ്. കന്നഡയിൽ മസ്റ്റാണ് എല്ലാ, എനിക്ക് പലപ്പോഴും പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സിംഗേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജാവേദ് അലിയൊക്കെ എൻ്റെ ഒരു എക്സാമ്പിളാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾ ശ്രേയ എന്ത് കൊടുത്തിരുന്നാലും അവിടെ നിന്ന് പഠിച്ചവർ പാടാനുള്ളവരും. പക്ഷേ എല്ലാ സിംഗേഴ്സും അങ്ങനെ കാണിക്കണമെന്നില്ല. ഉദിത് നാരായണൻ്റെ തന്നെ ഇപ്പം മുന്തിരിപ്പാടം എന്ന് പറയുന്ന പാട്ട്, അതല്ലാതെ വേറെ ചില പാട്ടുകളൊക്കെ നമ്മൾ ഇത് എത്ര റിവൈൻഡ് ചെയ്ത് കേട്ടാൽ ഇതെന്താണ്, വരികൾ എന്താണെന്ന് പിടികിട്ടുന്നില്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല, അത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതെങ്ങനത്തെ ഇത്തരം പാട്ടുകളും അല്ലെങ്കിൽ ഇത്തരം ഗാനങ്ങളെക്കുറിച്ച് ഒരു വിമർശനവും ഇല്ലാതെ നമ്മുടെ മലയാളികൾ കേൾക്കുന്നുണ്ടോ? FM കേൾക്കുന്നുണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കത് വെറുതെ കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ അങ്ങനെ ഒരു പാട്ട് കാശ് കൊടുത്ത് മേടിക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോൾ എൻ്റെ കോൺസെപ്റ്റ് തെറ്റായിരിക്കാം, എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അതിലൊരു കിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്യൂണാണ്, അതിൻ്റെ സാഹിത്യം അതിൻ്റെ ബാക്കിലേ വരുന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളും ഏറ്റവും കൂടുതൽ ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ. ആ പാട്ടുകൾ നമ്മൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന അതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. അത് കഴിഞ്ഞിട്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലിറിക്സ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഭാഗം. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അറബിക്ക് അതിലെ ദീദി എന്നുള്ള സോങ്, നാരി എന്നുള്ള സോങ് അറബിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇന്ത്യയിലും ഇല്ലെങ്കിലും സൗത്ത് ഈസ്റ്റ് എല്ലായിടത്തും പോപ്പുലറായിട്ട് ഒരു ഘടകം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബേസിക് ഒരു ട്യൂണിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വോയിസൂടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ലിറിക്കൽ ഘടന മൂന്നാമതാകും. അങ്ങനെ എനിക്ക് തോന്നുന്ന പാട്ട് ആദ്യമേ കയറി മനസ്സിലായതിൻ്റെ ഒരു ട്യൂൺ കയറി അങ്ങ് സ്ട്രൈക്കായിട്ടാണ് പിന്നെയാണ് വരികൾ വരുന്നുള്ളൂ. പക്ഷേ മുന്തിരിപ്പാടം പോലുള്ള സോങ്ങുകളിൽ എനിക്ക് തോന്നുന്നു ഈ 2 ഫാക്ടറും പിന്നെ സിനിമാറ്റിക് ആയിട്ടുള്ള വിഷ്വലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ലിറിക്ക് നമ്മളിൽ എത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എൻ്റെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ ഇതിലേതാ ശ്രദ്ധിക്കുന്നെന്ന് പറയും. ഭർത്താവിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ സിനിമയുടെ വിഷ്വൽ പറയൂ, ഏതാണ് ശ്രദ്ധിക്കുക? മ്യൂസിക് ആണോ വരികളാണോ? ലിറിക്സ് ആണ്. എനിക്ക് അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ് ചേച്ചി. അത് ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ഇല്ലല്ല നിങ്ങള് ശ്രോതാക്കളെയാണ് നോക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, അതാണ് പറഞ്ഞത്. ഞാൻ ചിലപ്പോൾ എൻ്റെ കോൺസെപ്റ്റ് തെറ്റായിരിക്കാമെന്ന് ഞാൻ ആദ്യമേ ഒരു കാര്യം വെച്ചാൽ ആരും സമ്മതിക്കാത്തൊരു കാര്യമാണ്. കാര്യം ലിറിക്കും എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ ഒരു പാട്ടാവും എന്നുള്ളൊരു ഫോർമുലയാണല്ലോ. സിംഗിങ് എന്ന് പറഞ്ഞാൽ അതാണ്, സോങ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. മൂന്നാമത് ശ്രദ്ധിക്കുന്നൊരു ഇപ്പോഴും കാര്യം വെച്ചാൽ ഒരു പാട്ടിൻ്റെ ഒരു വിഷ്വലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വരുന്നത് അപ്പോഴത്തേക്ക് ശ്രദ്ധിക്കാം പുള്ളി എന്താ പാടിയിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട്. അതാണ് വിജയിച്ച് പറഞ്ഞല്ലേ പാട്ട് പാടും പാടുമോന്ന് വെച്ചാൽ ഫുള്ളായിട്ട് പാട്ട് പാടില്ല. പാട്ട് കേൾക്കാറുണ്ട്, കുറേ പാട്ടുകൾ, പുതിയ പാട്ടുകളും എല്ലാം. ഞാൻ അങ്ങനെ പാടിപ്പിച്ച് നോക്കിയിട്ടില്ല, ഇതുവരെ പാടിപ്പിച്ചിട്ടില്ല. സമയം കിട്ടിയില്ലല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെ അറിയാതെ അങ്ങ് പാടട്ടെ, അങ്ങനെയുള്ള സംഭവമായിരുന്നു. ഞാൻ അപ്പോഴേ അറിയുള്ളൂ അല്ലേ പർപ്പസ്ഫുള്ളി പാടുമ്പോഴത്തേക്ക്. അതെ, അല്ലാതെ എവിടെയെങ്കിലും ഒക്കെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ പാടുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. പാടാൻ ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കാം. പെർമിഷന് വേണ്ടി ഇരിക്കുക. ഈ മറ്റുള്ളവരുടെ മ്യൂസിക്കിൽ പാടുമ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ
നേരത്തെ ഒരാളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്തിട്ട് അത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പാടുന്നു അവർക്കൊരു അങ്ങനെ തോന്നും ജാസിക്ക് അങ്ങനെ തോന്നും. എനിക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ പാടിക്കാൻ വിളിക്കുന്ന ട്യൂൺ നല്ലതല്ലാതെ വെറുതെ ഇട്ട് പാടിക്കുന്നവരുണ്ട്. ഞാൻ മനസ്സുണ്ടായി അത് നീ ഒരു നല്ലതായിട്ടൊരു ട്യൂൺ ചെയ്യും, നല്ല ട്യൂൺ ചെയ്തിട്ട് നമ്മൾ അങ്ങ് 4-5 മണിക്കൂറൊക്കെ എടുത്ത് നമ്മളെ പാടും. കൂടുതലും ആ തെലുങ്കിലാണ് ആ സ്വഭാവം. അല്ലെങ്കിൽ നല്ലൊരു ട്യൂണ് സാറൊന്ന് ചെയ്തിട്ട് നമ്മൾ വിളിക്കും. കൂടുതൽ വരും അവർ മെയിൽ അയച്ച് അങ്ങനെ പാട്ടൊന്നും തരില്ല, അങ്ങനെ വിളിക്കും. പിന്നെ ചിലപ്പോൾ ഹൈദരാബാദിലായിരിക്കും റെക്കോർഡിങ്. അവിടെ പോയി കേൾക്കുമ്പോഴത്തേക്കും അവിടെ ഈ ഫുള്ള് വേറൊരു സെറ്റുമാണ്. തെലുങ്ക് എന്ന് പറയും. അവിടെ നമ്മൾ ചെന്നിട്ടൊക്കെ ആയിരിക്കും പാട്ട് പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 2 ദിവസമൊക്കെ അവിടെ നിൽക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടി പാട്ട് മാറ്റും. അങ്ങനെ ഇല്ലെങ്കിൽ 3-4 പേര് വലിയ ആൾക്കാരൊക്കെ പാടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. പിന്നെ ഇതിൽ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പാട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി 5-6 പേരിരിക്കും. ഓരോരുത്തരും ഓരോ ട്യൂൺ പാടും. മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ വെറുതെ ഇരിക്കും. പ്രൊഡ്യൂസറിൻ്റെ വായിൽ പറഞ്ഞ ട്യൂൺ പ്രൊഡ്യൂസർ പാടും. ഇതിൽ ബേസിക്കലി ഇവർക്ക് ആർക്കും ഒരു, ഞാൻ ആരെയും അങ്ങനെ കുറ്റമായിട്ട് പറയുന്നില്ല, ഒരു അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറിൻ്റെ കയ്യിൽ മാത്രം വിട്ടാൽ മതി, അത് സേഫ് ആയിക്കോളും. അങ്ങനെ ഒരു ധാരണ ആർക്കുമില്ല. ഇതിനിടയിൽ പ്രൊഡ്യൂസർ കയറി അങ്ങേരുടെ വഴിക്ക് ട്യൂൺ, ആകെപ്പാടെ ട്യൂൺ അങ്ങ് മാറിപ്പോകും. തീർച്ചയായിട്ടും ചേച്ചി എന്നെ അറിയാലോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്നുകിൽ ഡയറക്ടർ അല്ലെങ്കിൽ റെക്കോർഡിസ്റ്റ് പറയാം. അതിനപ്പുറം അവിടെ വരുന്നവരും പോകുന്നവരും അഭിപ്രായം പറയാം. പിന്നെ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിൽ വീട്ടിൽ എല്ലാവരും കാണും, ഭാര്യയും മക്കളും വല്യമ്മയും എല്ലാവരും വന്നിരിക്കും റെക്കോർഡിങ്. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ മലയാളത്തിൽ കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല അവിടെ അങ്ങനെ ഒരു. മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സ് അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയവരെല്ലാം സ്വന്തം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പാടി കേൾപ്പിക്കാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പാടി കേൾപ്പിക്കാത്തതെന്ന് തോന്നിയിട്ടുണ്ട്? അതുല്യയുടെ മുമ്പിൽ പാടാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാണ്. ഇല്ല, പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ദിവസം അങ്ങോട്ട് ലേറ്റ് ആകും, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴായിരിക്കും പാടാൻ പറയുന്നത്. അയ്യോടാ, അതെന്തൊരു പാട്ട് പറച്ചില്ല അത്. കുറെ നാളായിട്ട്. ജാസിയുടെ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? ജാസി ഇതുവരെ എത്ര സിനിമ മ്യൂസിക് ചെയ്തിട്ടുണ്ട് പറയൂ? അറിഞ്ഞൂടാ. അയ്യേ, ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം അതല്ലേ നോക്കണ്ടേ? ഇയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, ഇയാൾ ഇതുവരെ എന്തെല്ലാം ഇവിടെ സാധിച്ചിട്ടുണ്ട് അല്ലേ? ജാസി അത് മോശമാണ്. അതെ, ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ ഒന്നും പറഞ്ഞു തരില്ല. ഇതൊക്കെ ഞാൻ പഠിക്കണം, സ്വന്തമായിട്ട് പഠിച്ചോണം. ചോദിച്ചാൽ പറഞ്ഞു തരില്ല. ഇത് കല്യാണം കഴിക്കണതിന് മുമ്പ് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നുമില്ല, നെറ്റിൽ കയറി അടിച്ചു നോക്കിയാൽ മതി. ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പടപടാന്ന് വരില്ലേ ലിസ്റ്റ്? അതൊക്കെ കണ്ടു, അതൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നാലും എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ശരി, ഏത് പാട്ടാണ് ഇഷ്ടം? 100 ആശകൾ ഇഷ്ടമാണ്. അത് എന്നിട്ടെന്നുള്ള സിനിമയിൽ അതാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു ഈ പാട്ട് ചേട്ടനാണ് ചെയ്തത്. പക്ഷേ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ചിത്രേച്ചി പാടിയ ഒരു 5-7 വർഷം മുമ്പുള്ളൊരു എന്നിട്ടെന്നുള്ളൊരു സിനിമയിലെ പാട്ട്. 100 ആശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുവോ, മഴനൂൽ കനവുകൾ നരറ നരറ ഇങ്ങനെ. എന്നിട്ടും അതാണ്. ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ് ഇഷ്ടം? അടിപൊളി പാട്ടുകളാണോ? മെലഡി സോങ്സ് ആണ്. മെലഡീസ് ആണ്. ആരാണ് ഇഷ്ടമുള്ള ഗായകൻ? ജാസിയാന്ന് പറയരുത്. ഇല്ല, അങ്ങനെ ചോദിച്ചാല് നല്ല പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ശബ്ദം ഇഷ്ടമാണ്. അഴകാലിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ പറ്റൂ. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അഴകാലിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്, കേൾക്കാൻ പണ്ടേ ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടപ്പെട്ട പാട്ടുകാരനായിരുന്നു പറഞ്ഞില്ല. കേക്കട്ടെ. ജാസി വളരെ അങ്ങനെ ചോദിച്ചാല് അതിപ്പോ ദാസേട്ടന്റെ പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ ന്യൂ ജനറേഷന്റെ പറയും ദാസേട്ടന് ഇഷ്ടമാണെന്ന് പറയുന്നത് ഒരു വലിയ വാർത്തയല്ല അല്ലേ? അങ്ങനെ ന്യൂ ജനറേഷൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളുടെ ഐഡന്റിഫൈ ചെയ്ത് പറയാം. ചില പാട്ടുകൾ ഇഷ്ടമാണെന്നേ ഉള്ളൂ, അങ്ങനെ അല്ലാണ്ട് ഇന്ന ആളുടെ സോങ്സ് എല്ലാം ഇഷ്ടമാണെന്ന് അങ്ങനെയൊന്നുമില്ല. ശ്രീനിവാസിന്റെ ശബ്ദം ഇഷ്ടമാണ്. ഞങ്ങളിപ്പോഴും ഇവിടെ ബ്രദറിൻ്റെ കൂടെ കാറിൽ പോകുമ്പോഴും പാട്ട് കേൾക്കാറുണ്ട്. അതിൽ പാട്ട് കേൾക്കുമ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, ഇതാര് പാടിയതാണ്, ഇതാര് പാടിയതാണ്. കാര്യം കുറേ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെ പാടിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഒരു ഐഡിയ കിട്ടില്ല. വോയിസ് കേട്ടിട്ട് നമുക്ക് മനസ്സിലാവില്ല ഇത് ആരാ പാടിയെന്ന് അറിയില്ല. പക്ഷെ പാട്ടുകൾ കുറേ ഇഷ്ടം. സത്യത്തിൽ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന അതിൽ കൂടെയാണ്
ജാസി എന്ന് പറയുന്ന ഒരാളങ്ങോട്ടൊരു ബൂമായി അങ്ങ് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നതല്ലേ? അതിന് മുൻപ് ചെയ്തത് ഏതായിരുന്നു? ഞാൻ ആദ്യം ചെയ്യുന്ന മലയാളം പടം സഫലം. അശോക് അർനാഥ് ഡയറക്റ്റ് ചെയ്തു. അതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ അതിനു മുമ്പ് ബീബൽസ ജയസാറിൻ്റെ മലയാളം ചെയ്യുന്ന ആദ്യത്തെ സഫലം. അതിലും ഒരു സ്ലോ ആയിട്ടുള്ളൊരു സോങ്ങാണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് ആ സമയം അങ്ങനെ ഓഡിയോ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഫോർ ദ പീപ്പിൾ കഴിഞ്ഞിട്ടാണ് ഓഡിയോ ഇറങ്ങിയിട്ടുള്ളത്. വേറൊരു ചോദ്യം ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് മറുപടി പറയണം. ഈ ഫോർ ദ പീപ്പിളിലെ ഈ പാട്ട് ഇപ്പോഴും ഏതെങ്കിലും വേദിയിൽ പാടാൻ പറയുമ്പോൾ മനസ്സ് ഇത് എത്ര നാളായി ഇത് തന്നെ അങ്ങനെ തോന്നും? അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ തോന്നും അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഇത് ആളുകൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല അല്ലേ? കാര്യം ഞാൻ ഏറ്റവും ഈ ലജ്ജാവതി എന്നുള്ള സമയം നമ്മളങ്ങനെ അവസാനം നമുക്കത് പാടിയേ പറ്റും. ലജ്ജാവതി എന്നുള്ള സോങ്ങാണ് സാധാരണ നമ്മുടെ ഷോസിനെല്ലാം അവസാനം. അത് നമുക്കതൊരു മടുപ്പെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു പ്രൊഫഷൻ എന്താണിത് പാടിയേ പറ്റൂ. ആൾക്കാർ നമ്മൾ പാടുന്നത് കേൾക്കാനും പിന്നെ നമ്മൾ പാടുമ്പോഴത്തേക്ക് ഇപ്പോൾ കുറേ എന്തെങ്കിലും എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള വേർഷനൊക്കെ പാടി ആ പാട്ടിലൊന്ന് ഫുൾ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഗിമിക്സൊക്കെ കാട്ടി അങ്ങനെ. നിങ്ങൾക്ക് തോന്നുമോ ഒരു പാട്ട് ചെയ്യുമ്പോൾ ഇത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവും എന്ന് തോന്നും? ഇല്ല, തോന്നില്ല. ചില ഇപ്പോൾ ഈ ചില ട്യൂൺസ് നമുക്ക് തോന്നും. പിന്നെ ചില നമ്മൾ ഹിറ്റാവുമെന്ന് വിചാരിക്കുന്നതും അങ്ങോട്ട് അത്ര ഏറിക്കാറില്ല. അങ്ങനെ വിചാരിച്ച് പാട്ട് പരാജയപ്പെട്ട പാട്ട് ഏതാ? പരാജയം എന്ന് പറഞ്ഞാൽ ഈ എന്നിട്ടോ എന്നുള്ള പാട്ട് ചേച്ചി കേട്ടിട്ടില്ല. അത് ഒരുവിധം കേൾക്കാൻ ആ സമയത്തൊക്കെ എനിക്ക് നെറ്റിലും എല്ലാം നല്ല റിവ്യൂസ് വന്ന പാട്ടാണ്. പിന്നെ ഈ ശലഭമഴയും കുറച്ച് പോപ്പുലർ ആവുമെന്ന് വിചാരിച്ച പാട്ടാണ്. പക്ഷെ അത് ഒരു ചെറിയൊരു സർക്കിളിനകത്ത്. അപ്പോൾ ജാസി സന്തോഷം. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ്.